ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കിടന്നാലോ? ടൈം 6 മണി ആയിട്ടുള്ളൂ. അപ്പോൾ നല്ല ക്ലൈമറ്റാണ്. ഞാൻ വേഗം ഫ്രഷപ്പായിട്ട് ഇത് അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ചായക്ക് വെള്ളം വെച്ചു. അങ്ങനെ ചായ റെഡി ആകുമ്പോഴത്തേന് ഞാൻ ഫ്രിഡ്ജ് തുറന്നിട്ട് കുറച്ച് കറികളുണ്ടായിരുന്നു തലേന്നത്തെ ബാക്കി. അതൊക്കെ തണുപ്പാറാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടോ. അങ്ങനെ പിന്നെ ആലോചന എന്താണ് ഇന്ന് കടി ഉണ്ടാക്കുകയെന്ന്. ചിലപ്പോൾ ഭയങ്കര മന്ദഗതിയാവും ഈറ്റപാട്. ചില സമയത്ത് ഞാൻ തലേന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ മാറി തിരിഞ്ഞ് ദോശമ്മ തന്നെ എത്തിയിട്ടുണ്ട്. അതങ്ങനെയാണ്, ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും ദോശ തന്നെ ആവും, മലപ്പുറംകാർ പ്രത്യേകിച്ച്. അങ്ങനെ അതാ ദോശക്കുള്ള മാവൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചായ അവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വേഗം പാന് വെച്ചിട്ട് ദോശ ചൂടാൻ തുടങ്ങി കേട്ടോ. നിൽക്കാക്ക് പണിയുണ്ട്. അപ്പോൾ വേഗം വേഗം കുറച്ച് ലോങ്ങിലാണ് പണി. അപ്പോൾ വേഗം വേഗം പരിപാടി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഒരടുപ്പത്ത് ദോശ, ഒരടുപ്പത്ത് ഞാൻ കറിക്ക് വെച്ചു. കറി ചൂടാക്കാൻ വേണ്ടി വെച്ചു. അങ്ങനെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ. അതൊക്കെ ഞാൻ കഴുകുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ തന്നെ. അങ്ങനെ എൻ്റെ പണികൾ ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു തിരക്കിലാണ് കേട്ടോ. അങ്ങനെ ഇതാ കടി ഉണ്ടാക്കൽ കഴിഞ്ഞു, കറികളൊക്കെ ചൂടാക്കി. അങ്ങനെ ഞാൻ വിചാരിച്ചു അവിടെയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഒരു കപ്പ് ചായ കുടിക്കാമെന്ന്. അങ്ങനെ ഞാൻ ഇതാ ബൂസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ബൂസ്റ്റ് കുടിക്കാമെന്ന് വിചാരിച്ചു. പതിവില്ല, ഇടയ്ക്ക് ഞാൻ വല്ലപ്പോഴേ കുടിക്കാറുള്ളൂ. അങ്ങനെ ഞാനിതാ ചായ കുടിക്കാൻ നേരത്ത് മീനിനെ നോക്കിയപ്പോൾ മീനിന് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർക്ക് കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് ഞാനിതാ കുറച്ച് നേരം ഒന്ന് ബാൽക്കണീൻ്റെ ആ ഭാഗത്ത് വന്ന് നിന്നിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. നിങ്ങളെ നാട്ടിലൊക്കെ എന്താ ക്ലൈമറ്റ്? നല്ല തണുപ്പുണ്ടോ? ഇവിടെ ഭയങ്കര തണുപ്പാണ്, രാത്രി തന്നെ ഭയങ്കര തണുപ്പാട്ടോ. അങ്ങനെ ഞാനിതാ ചായയൊക്കെ കുടിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിന് എണീച്ച് ഫ്രഷപ്പായി. ചായയൊക്കെ ഞാൻ അപ്പോഴേക്കും കൊടുത്ത് പോയിട്ടാണ്. പോയപ്പോൾ ഞാൻ ദുവനെ വന്ന് നോക്കിയപ്പോൾ ദുവൻ നല്ല ഓർക്കാണ്. ദുവൻ്റെ അടുത്ത് കുറച്ച് നേരം കിടന്നു. ഫോണിലൊക്കെ കുറച്ച് നേരം കണ്ടിട്ട് ഞാൻ ഇട്ടിട്ട് ചായ കുടിച്ചു കേട്ടോ. ഇതുകൊണ്ട് നീക്കാനൊരു 9 മണിയാവും. അപ്പോഴേക്കും ഞാൻ വേഗം തിരുമ്പിലും എൻ്റെ തുട ഒക്കെ വേഗം കഴിച്ചു. അപ്പോഴേക്കും നീറ്റ്. ഇതൊക്കെ ഞാൻ ചൂടുള്ള വെള്ളം ഉണ്ടാക്കി കൊടുത്ത്, നല്ല തണുപ്പാണല്ലോ. ഏതായാലും നീക്കല്ലേ, അപ്പോൾ ഞാൻ ബ്രഷ് ചെയ്തിട്ട് അങ്ങനെ കുളിപ്പിക്കാറാണ് ഞാൻ കൂടുതൽ ചെയ്യൽ കേട്ടോ. അങ്ങനെ നീച്ച് വന്ന് അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് വേഗം ഞാൻ ചോറിൻ്റെ പരിപാടി നോക്കി. അങ്ങനെ ഫ്രിഡ്ജ് കുറേ ദിവസമായി വൃത്തിയാക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ ഇന്ന് ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ വിചാരിച്ചു. അങ്ങനെ ഫ്രിഡ്ജ് നീറ്റാക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ചോറ് അവിടെ റെഡി ആയിട്ടോ. ചോറ് റെഡി ആയപാട് ഞാൻ വേഗം കറി ഉണ്ടാക്കാൻ നിന്നു. ഇന്ന് പച്ചക്കറിയാണ്. ഇന്ന് ഓമക്കായ കറി വെക്കാൻ വിചാരിച്ചു. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ ഓമക്കായ കറി വെക്കാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ മോരുകറി രൂപത്തിലാണ് വെച്ചിട്ടുള്ളത്. കുഞ്ഞ കഷ്ണം ചേന ഉണ്ടായിരുന്നു, അപ്പോൾ അതിലോട്ട് കട്ട് ചെയ്തിട്ട് ചേനയും കുമ്പളയും വെക്കും മോരുകറി. അതുപോലെ കുമ്പളത്തിന് പകരം ഓമക്കായ ഇട്ട് അങ്ങനെ വെച്ചിട്ടോ. അതിന് ശേഷം അതൊക്കെ തൂമിച്ച് ബീട്രൂട്ട് ഉപ്പേരുണ്ടാക്കി. സോയാബീൻ ഉണ്ടായിരുന്നു, അത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടോ. ഫസ്റ്റ് ഞാൻ വേവിച്ചിട്ടാണ് പൊരിക്കാറ്. ചിലപ്പോൾ ഞാൻ ചൂടുള്ള വെള്ളത്തിലും ഇടും. അങ്ങനെ അതൊക്കെ വേഗം വേഗം നീറ്റാക്കിയിട്ട് ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് എൻ്റെ അടുക്കളേൻ്റെ പണി വേഗം കഴിച്ചിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഹാളിൽ ഐസ്ക്രീമൊക്കെ തിന്നിട്ട് അവിടെയൊക്കെ നിറച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് അടിച്ചൊരുന്ന് തുടച്ചിട്ടു ഒന്നും കൂടെ. അങ്ങനെ ഞാൻ വേഗം പോയി ഫ്രഷപ്പായി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ടാറ്റാ, ബൈ ബൈ.